ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ 3rd എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻട്രഡക്ഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണേ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണണേ. റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദ എക്സ്പാൻഡഡ് ഫോം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഈ നമ്പർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 2 എഴുതി, 2 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 അത്രയും സീറോസ് കൊടുത്തു നമ്മളിവിടെ. പ്ലസ് 7 കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ടല്ലോ, അപ്പോൾ 4 സീറോസ് കൊടുക്കാം. പ്ലസ് 9 കഴിഞ്ഞിട്ട് 3 പ്ലേസ്, 3 സീറോസ്. പ്ലസ് 4 കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്, അത്രയും കൊടുത്തു, 0 പ്ലസ് 4. ഇപ്പോൾ ഇതിലെ ഓരോ ഡിജിറ്റ്സിൻ്റെയും പ്ലേസ് വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 1 5 സീറോസ് അല്ലേ ഇവിടെ ഉള്ളത്, ആ 5 സീറോസ് ഇങ്ങോട്ട് എഴുതാം. പ്ലസ് 7 ഇൻറ്റു ഇവിടെ 4 സീറോസ് അല്ലേ, ഇങ്ങനെ എഴുതാം. പ്ലസ് 9 ഇൻറ്റു 1000 പ്ലസ് 4 ഇൻറ്റു 100 പ്ലസ് 0 ഇൻറ്റു 10. ടെൻസിൻ്റെ പ്ലേസിലാണല്ലോ അതുള്ളത്. പ്ലസ് 4 ഇൻറ്റു 1 ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 10ൻ്റെ പവറായിട്ട് ഇതെല്ലാം മാറ്റാം. അപ്പോൾ 2 ഇൻറ്റു 10 റേസ് ടു ഇവിടെ 5 സീറോസ് അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ 5 കൊടുക്കാം. പ്ലസ് 7 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 9 ഇൻറ്റു 10 റേസ് ടു 3 4 ഇൻറ്റു 10 റേസ് ടു 2 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 1 പ്ലസ് 4 ഇൻറ്റു 10 റേസ് ടു 0. അപ്പോൾ 4 ഇൻറ്റു 10 റേസ് ടു 0 എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഇങ്ങനെ എല്ലാ പവറുകളും ഡിക്രീസ് ആയാണ് വന്നത്. അങ്ങനെ 5 4 3 2 1 കഴിഞ്ഞ് 0 കൊടുത്തു. നിങ്ങൾക്കറിയാലോ എ റേസ് ടു 0 ഈക്വൽസ് ടു 1. ഏത് നമ്പറിൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാലും ആൻസർ 1 ആയിരിക്കും. അപ്പോൾ 10 റേസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 1 തന്നെ അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. ഇവിടെ നമുക്ക് 3 എഴുതാം. 3 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ആണ്? 1 2 3 4 5 6 പ്ലേസ് അല്ലേ. 3 സീറോസ് ഇട്ട് കൊടുക്കാം. പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 6 എഴുതി. 6 കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ്, അപ്പോൾ 3 സീറോസ് കൊടുത്തു. പ്ലസ് 1 0 0 പ്ലസ് 9 0 പ്ലസ് 4. എല്ലാ ഡിജിറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് 3 ഇൻറ്റു ഇവിടെ എത്ര സീറോസാണ്? 1 2 3 4 5 6. അപ്പോൾ 1 0 0 0 0 0 0 6 സീറോസ് പ്ലസ് 0 ഇൻറ്റു 5 സീറോസ് കൊടുക്കാം. 1 2 3 4 5 പ്ലസ് 0 ഇൻറ്റു 1 എഴുതിയിട്ട് 4 സീറോസ് കൊടുക്കാം. പ്ലസ് 6 ഇൻറ്റു 3 സീറോസ് കൊടുക്കാം. പ്ലസ് 1 ഇൻറ്റു 100 പ്ലസ് 9 ഇൻറ്റു 10 പ്ലസ് 4 ഇൻറ്റു 1. ഇനി നമുക്കിതെല്ലാം 10ൻ്റെ പവറായിട്ട് എഴുതാം. അപ്പോൾ 3 ഇൻറ്റു 10 റേസ് ടു 6 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 5 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 10 റേസ് ടു 2 പ്ലസ് 9 ഇൻറ്റു 10 റേസ് ടു 1 പ്ലസ് 4 ഇൻറ്റു 10 റേസ് ടു 0. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഈ നമ്പറും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. 2 എഴുതി. എത്ര പ്ലേസ് ആണ്? 1 2 3 4 5 6, അപ്പോൾ അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 8 എഴുതി. 5 സീറോസ് കൊടുക്കാം. 0 പ്ലസ് 6 എഴുതി. 3 സീറോസ് പ്ലസ് 1 2 zeros പ്ലസ് 9 1 0 പ്ലസ് 6. ഇനി 2 ഇൻറ്റു 1 0 0 0 0 0 0 6 സീറോസ് അല്ലേ. പ്ലസ് 8 ഇൻറ്റു 1 0 0 0 0 0 5 സീറോസ് പ്ലസ് 0 ഇൻറ്റു 1 4 സീറോസ് പ്ലസ് 6 ഇൻറ്റു 1000 പ്ലസ് 1 ഇൻറ്റു 100 പ്ലസ് 9 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 10 റേസ് ടു 6 പ്ലസ് 8 ഇൻറ്റു 10 റേസ് ടു 5 പ്ലസ് 0 ഇൻറ്റു 10 റേസ് ടു 4 പ്ലസ് 6 ഇൻറ്റു 10 റേസ് ടു 3 പ്ലസ്
1 into 10 raised to 2 plus 9 into 10 raised to 1 plus 6 into 10 raised to 0. 6 into 1 എന്നത് നമ്മൾ 10 raised to 0 എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. a raised to 0 equals to 1 എന്ന പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം 1 എഴുതാം. 1 കഴിഞ്ഞിട്ട് എത്ര പ്ലേസാണ്? 1 2 3 4 5 അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 2 എഴുതി 4 സീറോസ് പ്ലസ് 0 പ്ലസ് 7 0 0 പ്ലസ് 1 0 പ്ലസ് 9. ഇനി 1 ഇൻറ്റു 1 0 0 0 0 0 പ്ലസ് 2 ഇൻറ്റു 1 0 0 0 0 പ്ലസ് 0 into 1000 plus 7 into 100 plus 1 into 10 plus 9 into 1. ഇനി 10ൻ്റെ പവറായിട്ട് എഴുതാം. 1 into 10 raised to 5 plus 2 into 10 raised to 4 plus 0 into 10 raised to 3 plus 7 into 10 raised to 2 plus 1 into 10 raised to 1 plus 9 into 10 raised to 0. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 കഴിഞ്ഞിട്ട് 4 പ്ലേസ് ഉണ്ട്, അത്രയും സീറോസ് കൊടുക്കാം. പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 60 പ്ലസ് 8. 2 ഇൻറ്റു 10,000 പ്ലസ് 0 ഇൻറ്റു 1000 പ്ലസ് 0 ഇൻറ്റു 100 പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 8 ഇൻറ്റു 1. അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 10 raised to 4 പ്ലസ് 0 ഇൻറ്റു 10 raised to 3 പ്ലസ് 0 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 raised to 1 പ്ലസ് 8 ഇൻറ്റു 10 raised to 0. മനസ്സിലായില്ലേ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. പിന്നെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണാത്തവർ അത് കാണണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നുള്ള എക്സസൈസ് സൊല്യൂഷനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷനായിട്ട് വരാം കേട്ടോ. ബൈ ബൈ.